എന്തിനാണ് വിശാഖക്കാർ ജനിച്ചിട്ടുള്ളത്, കാർമിക് ലൂപ്പ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവരുടെ നിയോഗം എന്താണ്, എന്തുകൊണ്ട് വിശാഖ നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു, അല്ലെങ്കിൽ വിശാഖ നക്ഷത്രം ലഗ്നമായ ഒരാൾ എങ്ങനെ ജനിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. ലക്ഷ്യബോധത്തിൻ്റെ ഒരു കർമ്മം ഇവരിൽ നിക്ഷിപ്തമാണ്. പ്രകൃതിയിൽ ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മുൻജന്മത്തിൽ പൂർത്തിയാക്കാതെ പോയ എന്തെങ്കിലും വലിയ ലക്ഷ്യമോ ആഗ്രഹമോ പൂർത്തീകരിക്കാനാണ് ഈ ജന്മം. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഇവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവണം സമൂഹത്തിൽ, അല്ല ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ. എനിക്ക് ഇന്നതുപോലെ ജീവിക്കണം, ഇന്നതുപോലെ ആവണം, ഇന്നതുപോലെ ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ശക്തമായ തോന്നൽ വളരെ ചെറുപ്പത്തിലേ ഇവർക്കുണ്ടാകുന്നതാണ്, ഒരു ലക്ഷ്യബോധം. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ചെറുപ്പത്തിലേ അത് സ്വയം അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അവെയർനെസ്സോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ വിജയിച്ചിരിക്കും. കാരണം അതിനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു കർമ്മം എന്ന് പറയുന്നത് കാത്തിരിപ്പ് കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതകാലത്തിൽ അവർ ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പം അവരാഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടാൻ അനവധി കാലം, ചിലപ്പോൾ ദീർഘകാലം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ദൃഢനിശ്ചയത്തെയും ക്ഷമയെയും പരീക്ഷിക്കുന്ന അനവധി സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പെട്ടെന്ന് എടുത്തു വിട്ടിട്ട് ഇവർക്ക് അപ്പം അങ്ങ് ഇറിറ്റേറ്റഡ് ആയി, നടക്കുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വിജയം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണമാണെന്നും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് അനുഭവങ്ങളൂടെ വേണം എന്നുള്ളത് കൊണ്ടും ഞാൻ ക്ഷമയോടെ ഇത് കാത്തിരുന്ന് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട്, ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും എന്ന് വിചാരിച്ച് അടുത്ത ഇത് വെക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോവുക, അത്ര തന്നെ. അപ്പം കഠിനാധ്വാനത്തിലൂടെയും നിരന്തരമായ പരിശ്രമത്തിലൂടെയും ലഭിക്കുന്ന വിജയത്തിനായിട്ട് കാത്തിരിക്കാൻ പഠിക്കുക എന്നുള്ളത് കർമ്മപരമായിട്ടുള്ള ഒരു പാഠവും കൂടിയാണ്.